തിരുവചനത്തിൽ യേശു വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ഈ കാലഘട്ടത്തിൽ നമ്മളെ വിടുവിച്ച ഒരു ദൈവകൃപയുണ്ട്, നമ്മളെ രക്ഷിച്ച ഒരു യേശുവുണ്ട്. പാപിയായിരുന്ന നിമിഷങ്ങളിൽ ആ പാപത്തിൽ ജീവിച്ച നമ്മളെ കർത്താവ് യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മളെ വീണ്ടെടുത്ത് മകനും മകളും എന്നുള്ള ഒരു പദവിയിലേക്ക് കർത്താവ് കൊണ്ടുവന്നു. ആ രക്ഷയെ നമ്മൾ അനുഭവിച്ച വ്യക്തിയാണെങ്കിൽ, നിത്യജീവൻ നമ്മൾ അവകാശിയാണെങ്കിൽ, നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണ് മറ്റുള്ളവരോട് ഈ സുവിശേഷം പങ്കുവെക്കുക എന്നുള്ളത്. ഒത്തിരി പേർക്ക് ലജ്ജയാണ് നമ്മളെ വിടുവിച്ച യേശുവിനെ കുറിച്ച് സംസാരിക്കാൻ. എന്നാൽ വചനം വ്യക്തമായിട്ട് പറയുന്നു, ആരെങ്കിലും എന്നെയോ എൻ്റെ വചനങ്ങളെക്കുറിച്ച് നാണിച്ചാൽ പിതാവ് തൻ്റെ മഹത്വത്തോടെ വരുമ്പോൾ ഞാൻ അവനെക്കുറിച്ച് നാണിക്കും. നമ്മളെക്കുറിച്ച് കർത്താവ് ലജ്ജിക്കാനോ നാണിക്കാനോ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങൾ, നമ്മൾ അനുഭവിച്ച ആ ദൈവിക രക്ഷ, ആ ദൈവിക സ്നേഹം, ആ ദൈവികമായ നിത്യജീവൻ അത് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുത്ത്, ലജ്ജയില്ലാത്ത സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ലെന്ന് അപ്പോസ്തലൻ പറയുന്നത് പോലെ അങ്ങനെ നിൽക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. God bless you.